ഹലോ, വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. എൻ്റെ ഒച്ചയൊക്കെ പോയിരിക്കുകയാണ്. ഞങ്ങൾ വേഗസിൽ പോയിരുന്നു, അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. തിരിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾ രണ്ടും ഭയങ്കര അസുഖമായി പോയി, ജലദോഷം വിട്ടുമാറാത്ത ജലദോഷം. അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ എക്സ്പെരിമെൻ്റൽ വീഡിയോ എന്ന് പറയാൻ കാരണം പിയണികളെ പറ്റിയിട്ടാണ്. നിങ്ങൾ തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയയിലും പൊന്തി വരുന്നുണ്ട്. അപ്പോഴൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിയണി എങ്ങനെ നമുക്ക് മാക്സിമം സേവ് ചെയ്യാം. ഞങ്ങൾ ഇടയ്ക്ക് വെർജിനിയിൽ നിന്ന് മൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരു സംഭാഷണം ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ തമാശയ്ക്ക് പറയായിരുന്നു, എവിടെ വേണമെങ്കിൽ മൂവ് ചെയ്യാം, പക്ഷേ എനിക്ക് പിയണി വളർത്താൻ പറ്റണമെന്ന്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പൂവാണ് പിയണി. ഓഫ് കോഴ്സ് തമാശയ്ക്ക് പറഞ്ഞാണ്. ഇത്രയും ഭംഗിയുള്ളൊരു പൂ വേറെയില്ല. എൻ്റെ ബെസ്റ്റ് പാർട്ട് ഇസ് മെയിൻ്റനൻസ് ഫ്രീയാണ്. ഒരു എഫേർട്ടും വേണ്ട. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് പ്ലാന്റ് ചെയ്യണം, അധികം ഡീപ്പായിട്ട് പ്ലാന്റ് ചെയ്യാൻ പാടില്ല. പിയണി ബ്ലൂമിങ് സീസൺ ഭയങ്കര ഷോർട്ടാണ്. ഇപ്പം എൻ്റെ പല പിയണികളും പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു 2 ആഴ്ച മാക്സിമം പൂത്ത് നിൽക്കുന്നുണ്ടാവും. എൻ്റെ പല പഴയ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു പിയണിയാണ്, ജനറൽ മെക്മഹോൺ എന്ന് പറയും ഇതിൻ്റെ പേര്. കണ്ടില്ലേ, എന്തോ ഒരു മുട്ടാണ്. പക്ഷേ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ മുട്ടും വിരിയില്ല. ബിക്കോസ് വിരിയാന്ന് പറയുമ്പോഴേക്കും ഒരു 2 കണ്ടിന്യൂസ് ആയിട്ട് മഴ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ പൊങ്ങും. പിന്നെ ചൂട് വെതർ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ സൈഡ് കാണുന്ന കുഞ്ഞു ബഡൊന്നും വിരിയില്ല, കരിഞ്ഞു ചൂട് കാരണം. അപ്പോൾ ഇത് ഇത്രയും പൂവുണ്ടെങ്കിലും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിരിയില്ല. അപ്പോൾ ഇത് ഒരു കണ്ട ലാൻഡേൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ശല്യമായിക്കോല്ല. ഞാൻ വരുമ്പം എല്ലാ ദിവസവും വന്ന് കൊല്ലുകയാണ് ഇതിനെ, ഞെക്കി. അല്ലാണ്ട് വേറൊരു അതിൻ്റെ ചെറിയ സ്റ്റേജാണ്, ഭയങ്കര വൃത്തിയായിട്ട ഒരു സാധനമാണ്. അപ്പോൾ എനിവേ, അപ്പോൾ എങ്ങനെ നമുക്ക് മാക്സിമം ഇതിൻ്റെ ബഡിനെ പ്രിസർവ് ചെയ്യാം. ഈ 2 ആഴ്ച കൂടുതൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിയണി വേണമെങ്കിൽ ഫ്ലോറിസ്റ്റുകൾ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യാം. അപ്പം ബേസിക്കലി ഇതിൻ്റെ ടെക്നിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബഡ് പിടിക്കുമ്പോൾ ഇത്തിരി സ്ക്വിഷബിൾ ബഡായിരിക്കണം. ഇത് സ്ക്വിഷബിൾ അല്ല, നല്ല ടൈറ്റാണ്. ഇത് ഓക്കെ, ഇത് സ്ക്വിഷബിളാണ്. ഈ സ്റ്റേജിലാണ് നമ്മളിതിനെ പറിക്കേണ്ടത്. ഇത് കണ്ട, ഇത് സ്ക്വിഷബിൾ ആണ്, പക്ഷേ എനിക്കൊന്നും ഇന്നലെ പറിക്കണമായിരുന്നു. ബട്ട് ഐ വിൽ ട്രൈ ദിസ് ബിക്കോസ് ഞാൻ പലതും കുറച്ച് തുറന്നു തുടങ്ങി. ഈ ഒരു സ്റ്റേജും പിന്നെ അതെ ഇതാണ് കറക്റ്റ് പെർഫെക്റ്റ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ബഡ് മുറിക്കണം. ഇത് ഞാൻ ഇത്രയും പറിക്കുന്നുണ്ട് ബിക്കോസ് ഐ കനോട്ട് അവോയ്ഡ് അതേഴ്സ്. ഈ ബഡും മാത്രമേ ഉള്ളൂ കറക്റ്റ് സ്റ്റേജ് കേട്ടോ. ഇത് വേറെ പിയണിയാണ്, സാറ ബാൺഹാർട്ട് എന്നാണ് എൻ്റെ പേര്. എല്ലാ മണമുള്ള പിയണിയാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ലുക്ക് ക്ലോസ്ലി, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡാർക്ക് ഫ്യൂഷ്യ സ്ട്രീക്സ് ഉണ്ടാവും പെറ്റലിൻ്റെ ഇടയിൽ. അത് യൂണിഫോം ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. കണ്ട, ഇവിടെ ഉണ്ട്, ഉള്ളിലുണ്ട്, ഇവിടെയൊക്കെ കുറേശ്ശെ ഇത് കണ്ട, ഇവിടെ ഉള്ളിൽ കണ്ട സ്ട്രീക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കട്ടെ ഏതെങ്കിലും എടുക്കാൻ പറ്റും. നല്ല ഇത് തുറന്നു തുടങ്ങി, ഇത് വേണ്ട, ഇതെടുത്ത് നോക്കാം അല്ലേ. ഇത് സ്പീഷ്യല്ല, ഹാടാ. ഇതിലൊന്നും പറിക്കാനില്ല, എല്ലാം ടൈറ്റ് ഓപ്പണായി, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റുമാണ്. ആ സ്റ്റേജിലാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പ്രോസസ് ചെയ്യുന്നത് ബിക്കോസ് ആ ലാൻഡേൺ ഫ്ലൈ ഉള്ള കാരണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ റിമൂവ് ചെയ്യണം. ചില ആൾക്കാർ പറയുന്ന ഫുൾ ഇല റിമൂവ് ചെയ്യാനാണ്. ഇത് ഞാൻ ഫുള്ള് റിമൂവ് ചെയ്യുന്നില്ല, പക്ഷെ മാക്സിമം റിമൂവ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇല ഉണ്ടെങ്കിൽ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. വിടരും. നമ്മൾ ഇലയൊക്കെ പറിച്ചു. ഞാനൊന്ന് ലാൻഡേൺ ഫ്ലൈ ഒന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കാം. ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ഷീറ്റിൻ്റെ വാക്സ് പേപ്പർ ഇല്ലേ, അതെടുത്താലും മതി. അപ്പോൾ ഞാനത് 2 ബൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 3 കമ്പ് വെച്ചിട്ട് ന്യൂസ് പേപ്പറിൽ നമ്മൾ റാപ്പ് ചെയ്യാം. എൻ്റെ വീഡിയോഗ്രാഫർ പോയി, അതാണ് ഒരു കൈ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതും മറ്റേ കൈ വെച്ചിട്ട് ചെയ്യുന്നതും. ഓക്കെ, ഇതപ്പോൾ പൊതിഞ്ഞിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അറ്റം ടേപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് പലരും പറയുന്നത്, പക്ഷെ എനിക്ക് അത്ര ധൈര്യമില്ല. ബിക്കോസ് ഞങ്ങളുടെ ബേസ്മെന്റിലെ 2ാമത്തെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അവിടെ ടെമ്പറേച്ചർ യൂഷ്വലി കൂടുതലാണ്, എന്നുവെച്ചാൽ തണുപ്പ് കൂടുതലാണ് ആ ഫ്രിഡ്ജിന്. ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ധൈര്യക്കുറവായ കാരണം ചില ആൾക്കാർ പറയുന്നത് ഇത് നട്ടൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമ്മുടെ റബ്ബർ ബാൻഡും കൂട്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ മതി എന്നാണ്. ഞാൻ അപ്പം താഴെന്ന് ഒരു ഗ്രോസറി ബാഗും മുകളിൽ നിന്ന് ഗ്രോസറി ബാഗും വെച്ച് കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇങ്ങനെ തന്നെ
താഴത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇത് നമ്മൾ പുറത്തെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെത്താനെ വിരിയുന്നതാണ് പറയുന്നത്. ഇതൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയ കാരണം ഞാൻ വിചാരിച്ചു ഒന്ന് പേപ്പറിലും പ്ലാസ്റ്റിക് കവറിലും റാപ്പ് ചെയ്തിട്ടും മറ്റേത് വെറും പേപ്പറിൽ മാത്രം റാപ്പ് ചെയ്തിട്ടും നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഈ വീഡിയോ പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഈശ്വര, എയർപോർട്ടിനകത്ത് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്ര നേരമായെന്നറിയോ. ഒരു 15ാമത്തെ പ്ലെയിനായി പോകുന്നു ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓഫ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ എനിവേ, ഞാൻ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. ഇത് വർക്ക് ചെയ്യുമെന്നറിയില്ല. ഇതിനിപ്പോൾ ഞാൻ ജൂൺ അവസാനം, ഇന്ന് മെയ് 6 ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ 4 എടുത്ത് നോക്കാം നമുക്കിത്. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.